ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. പാരൻസിൻ്റെ ഹെൽത്ത് ഓർ സെൽഫ് കെയർ ഓഫ് പാരൻസ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമ്മൾ ഫാമിലിയിലായിരിക്കുമ്പോൾ വീട്ടുകാരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിനും വേണ്ടി നമ്മൾ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരും ഓടി നടക്കുന്നവരുമാണ്. അപ്പോൾ നമ്മൾ വിസ്മരിച്ചു പോകുന്നതാണ് നമ്മുടെ ആരോഗ്യം. നമ്മുടെ കെയറിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അത് ലോങ് റണ്ണിൽ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അൺഹെൽത്തിയായി സ്വന്തം കാര്യം പോലും നോക്കാൻ പറ്റാതായാൽ അത് കുഞ്ഞുങ്ങൾക്കൊരു ബേർഡനായി മാറും. അപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പണവും സമയവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ സെൽഫ് കെയറിന് വേണ്ടിയും നമ്മൾ കരുതിയേ മതിയാവും. അതിനൊന്നാമതായി ചെയ്യേണ്ടത് കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി കണ്ടെത്തുക. ഹെൽത്തി ഫുഡ് കഴിക്കുക. ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് നമ്മൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് എക്സസൈസിനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക, ഇഷ്ടപ്പെട്ട ഹോബിയിൽ വ്യാപൃതരാകുക. നമുക്കായിട്ട് കുറേ സമയം നമ്മൾ മാറ്റി വെച്ചേ മതിയാവും. ഇപ്പം നമ്മൾ അതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറ്റുക, അല്ലേ? സോ ട്രൈ ടു ലിവ് ഇൻ ദ മൊമെൻറ്റ്. പ്രസൻറ്റ് മൊമെൻറ്റിൽ സന്തോഷകരമായി മറ്റുള്ളവരുടെ കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മൾക്ക് വേണ്ടിയും കുറച്ച് സമയം മാറ്റിവെക്കാൻ പ്രത്യേകിച്ച് അമ്മമാർ ശ്രദ്ധിച്ചേ മതിയാവും. അതുകൊണ്ടാണ് പറയുന്നത് ഹെൽത്തി പാരൻസ് ഹാപ്പി ഫാമിലി. അപ്പം മറ്റുള്ളവരുടെ ക്ഷേമത്തിന് മാത്രമല്ല നമ്മുടെ കെയറിനും കൂടെ നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവും. ഓക്കെ, സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരു സെൽഫിഷ്നെസ് അല്ല, ഇത് ഹോൾ ഫാമിലിയോട് നമ്മൾ കാണിക്കുന്ന ഒരു കരുതലും കൂടെയാണ്. അതുകൊണ്ട് പാരൻസ് എപ്പോഴും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.